ഇന്ന് വിജയൻ പിള്ളയുടെ തോട്ടം തേടി സന്ദർശകർ ഒഴുകിയെത്തുകയാണ്. മരുഭൂമിയിലെ കൃഷിയുടെ മഹാത്മ്യം കാണാൻ വേണ്ടി മാത്രമല്ല, അത് പഠിക്കാനും പകർത്താനുമാണ് പലരും എത്തുന്നത്. ഇവിടെ വിജയൻ പിള്ള തുടരുന്ന പരീക്ഷണങ്ങൾ ഏറെയാണ്. പോകാം ഇന്ന് വിജയൻ പിള്ളയുടെ കാർഷിക രംഗത്തെ പരീക്ഷണങ്ങൾ തേടി. അല്ലൈനിലെ വിജയൻ പിള്ളയുടെ കാർഷിക രംഗത്തെ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. വലിപ്പമേറിയ തക്കാളിയും മധുരവും വലിപ്പവും ഏറെയുള്ള പപ്പായയും ഔഷധസമ്പന്നമായ നോനിയുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷണങ്ങളെങ്കിൽ ഇത്തവണ അത് പച്ചമുളകിലും കാപ്സിക്കത്തിലുമൊക്കെയാണ്. മറ്റെവിടെയും കിട്ടാത്തത്രയും മധുരമുള്ള കാപ്സിക്കമാണ് ഇത്തവണ വിജയൻ പിള്ള മരുഭൂമിയിൽ വിളയിച്ചെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പച്ചമുളകിനും നീളം ഏറെയാണ്. പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ടെന്റിലാണ് വിജയൻ പിള്ള കൃഷി ചെയ്യുന്നത്. മരുഭൂമിയിലെ കടുത്ത തണുപ്പും ചൂടും മഞ്ഞും മണൽക്കാറ്റുമൊന്നും ഏൽക്കാതിരിക്കാനാണ് ഇങ്ങനെ പ്രത്യേകമായി ടെന്റ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. ചെടികൾക്ക് എപ്പോഴും ഈർപ്പവും തണുപ്പും കിട്ടാനായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇത് ചെടികളിലേക്ക് പറന്നെത്തുന്ന പ്രാണികളെ പിടിച്ചെടുക്കുന്ന പശയടങ്ങിയ കെണിയാണ്. ടെന്റിലെ പ്രതിരോധവും തുളച്ചെത്തുന്ന പ്രാണികളാണ് ഈ കെണിയിൽ കുടുങ്ങുന്നത്. നിരനിരയായി വിളഞ്ഞു നിൽക്കുന്ന തക്കാളിയും പച്ചമുളകും കാപ്സിക്കവും ഇത് കാണുന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്നതാണ്. അതാണ് വിജയൻ പിള്ളയുടെ തോട്ടത്തിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നതും. ഗൾഫിലെ അവധി ദിനങ്ങളായ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമെല്ലാം ഇവിടെ നിന്നു തിരിയാൻ ഇടം കിട്ടില്ല. UAE വിവിധ എമിറേറ്റുകളിൽ നിന്നും കണ്ടും കേട്ടും ചോദിച്ചറിഞ്ഞുമെത്തുന്ന സന്ദർശകരുടെ തിരക്കാണിവിടെ. ഇപ്പോൾ UAE സന്ദർശകരെ ആകർഷിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ മലയാളിയായ വിജയൻ പിള്ളയുടെ തോട്ടവും ഇടം നേടിയിരിക്കുന്നു. സന്ദർശകർക്ക് കാണാനുള്ള അവസരം മാത്രമല്ല, എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള പാഠവും ഇതേ നൽകുന്നുണ്ട്. ഇവിടെ നിന്നും വിത്തും ചെടിയും കൊണ്ടുപോയി ബാൽക്കണികളിൽ പോലും കൃഷി ചെയ്യുന്നവരും ഇപ്പോൾ ഏറെയാണ്. അവർ മലയാളികൾ മാത്രമല്ല, വിവിധ ദേശക്കാരും ഭാഷക്കാരും. അതിലേറെ അഭിമാനത്തിലുമാണ് ഈ മനുഷ്യൻ. ഗൾഫിൽ ഇനി ഷോർട്ട് ബ്രേക്ക്. ഇത് വിജയൻ പിള്ളയുടെ മറ്റൊരു പരീക്ഷണം. സ്പൈർലിന എന്ന ഔഷധാൽഗം വളർത്തുകയാണിവിടെ. സൗരോർജം ആഗിരണം ചെയ്ത് വിവിധ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെ സൃഷ്ടിക്കുകയാണ് സ്പൈർലിന എന്നാണ് വിജയൻ പിള്ള പറയുന്നത്. പയറുവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും അധികം മാംസ്യം കാണപ്പെടുന്ന സോയാബീനുകളിലുള്ളതിനേക്കാൾ 40% കൂടുതൽ മാംസ്യം സ്പൈർലിനയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈക്കോസൈനുകൾ, പോളിസക്കറൈഡുകൾ, സൾഫോലിപ്പിഡുകൾ എന്നിവയുടെ അമൂല്യ ശേഖരവും സ്പൈർലിനയിലുണ്ട്. കൊഴുപ്പോ കൊളസ്ട്രോളോ ഒട്ടുമില്ലാത്തതാണ് സ്പൈർലിന. ബീറ്റ കരോളിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുമെന്നാണ് വിജയൻ പിള്ള അവകാശപ്പെടുന്നത്. ഇത് വെള്ളത്തിൽ കൂടെ ഉണ്ടാക്കുന്ന ഒരു ആൽഗയാണ്. ആദ്യമായിട്ടത് ആൾ കണ്ടുപിടിച്ചത് കടൽ വെള്ളത്തിലാണ്. കടൽ വെള്ളത്തിൽ ഇതുണ്ടായി. അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട്
ആണ് ഈ ആൽഗയെ ഫിൽട്ടർ ചെയ്ത് ആൾക്കാർ എടുക്കുന്നതിൻ്റെ നന്മകൾ മനസ്സിലാക്കിയത്. ആയുസ് വർദ്ധിപ്പിക്കാൻ ഇതിനേക്കാൾ കൂടിയ നല്ല പരിപാടിയില്ല. ക്യാൻസർ തൊട്ട് ട്യൂമർ തൊട്ട് ഏത് മാരകമായ രോഗങ്ങളെ, എയ്ഡ്സ് പോലെ ഏത് രോഗങ്ങളെയും പാടെ തുടച്ചു നീക്കുക മാത്രമല്ല 20%. ഇപ്പോൾ 60 വയസ്സൊരാൾ ഇത് കഴിച്ചു തുടങ്ങിയാൽ 20 വർഷം അയാൾ ആയുസ് നീട്ടി കൊടുക്കാനുള്ള കരുത്തിലുണ്ട്. പക്ഷേ ഇതുണ്ടാക്കുന്നത് വെറും വെള്ളത്തിനകത്തും സോളാർ എനർജിയും കൊണ്ടാണ്. സൗരോർജ്ജവും വെള്ളത്തിന്റെ അത്ഭുതമാണത് കാണിക്കുന്നത്. സ്പൈറുലിന വളർത്തിയെടുക്കാനും എളുപ്പമാണെന്ന് വിജയൻപിള്ള പറയുന്നു. സാറിന് പാലറിയാം. പാലിനകത്ത് നോക്കിയ വെള്ള കളറുള്ള ഒരു പദാർത്ഥം. ഞാൻ പറയുന്നു പാലിനകത്ത് നോക്കിയാൽ അതിനകത്ത് നെയ്യുണ്ട്, വെണ്ണയുണ്ട്, മോരുണ്ട്, തൈരുണ്ട്. കണ്ണുകൊണ്ട് നോക്കിയത് വല്ലതും കാണാനൊക്കെ. ഇത് തൈരും മോരും വെണ്ണയുമായി മാറണമെങ്കിൽ അവരുടെ കൾച്ചർ ഒഴിക്കണം. അപ്പോഴല്ലേ അതിൽ നിന്ന് വെണ്ണയും നേരും വേർതിരിയൂ. അതുപോലെ വെള്ളത്തിനകത്തും സൗരോർജ്ജത്തിലും എല്ലാ എനർജികളും ഭൂമിയിലുണ്ട്. സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ സൺ എന്ന് എല്ലാവർക്കും അറിയാം. ശുദ്ധമായ ജലം എടുക്കുന്നു. ശുദ്ധമായ ജലം ഇതേപോലെ ഒരു ഡബ്ബയിൽ നിറയ്ക്കുന്നു. ഒരു കൾച്ചർ ഉണ്ടാക്കി ഒഴിക്കുന്നു. ഈ കൾച്ചറാണ് എൻ്റെ പറഞ്ഞത്. കൾച്ചർ ഉണ്ടാക്കി ഒഴിക്കുന്നു. 20 ദിവസം ഇതിനകത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കണം. കാരണം കണ്ടാമിനേഷൻ വരാതിരിക്കാനും കൊതുകുകൾ വന്ന് മുട്ടയിടാതിരിക്കാനും മറ്റ് ആൽഗകൾ വളരാതിരിക്കാനും ഇതൊരു മൂവ്മെൻറ്റ് കൊടുക്കണം. കടൽത്തറയിലാണ് അത് ആദ്യം ഉണ്ടായത്. ഈ മൂവ്മെൻറ്റ് കൊടുക്കാനാണ് ഈ മോട്ടർ. ഇതിന് നമുക്ക് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മോട്ടർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതേപോലെ ലോ കോസ്റ്റിൽ വള്ളവും ഉണ്ടാക്കുക. ഏതെങ്കിലും ബാങ്ക് ഫൈനാൻസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കൾച്ചർ ഞാൻ വിതരണം ചെയ്യും. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ നന്മ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്. അവരും എൻ്റെ കൾച്ചർ ഉണ്ടാക്കി ലോ കോസ്റ്റായിട്ട് കർഷകർക്ക് വിതരണം ചെയ്താൽ, ഇതേപോലെ ഒരു വള്ളം ഉണ്ടാക്കിയാൽ 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ നിന്ന് 24 മണിക്കൂർ കൊണ്ട് 6 ഗ്രാം സ്പൈറലൂന ഇതേപോലെ പൊടിയാക്കി നമുക്ക് എടുക്കാം. ഇതേപോലെ 2 വള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ 2 ഉണ്ടാക്കാണ്ട് ഒരാളിന് വീട്ടിലിരുന്ന് മാസം 5000 രൂപയുടെ വരുമാനം ഉണ്ടാക്കാം. കുറച്ച് സ്ഥലം മതി. കേരളമാണ് സ്പൈറുലിന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമത്രേ. നാട്ടിൽ സ്പൈറുലിന കൃഷി തുടങ്ങിയാൽ അവിടുത്തെ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാകുമെന്നാണ് വിജയൻപിള്ള പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ ആരും ഇത്തരം ഒരു സംരംഭം നടത്തുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്ത് കേരളത്തിൻ്റെ കണക്ക് സ്പൈറുലിന ഉണ്ടാക്കാൻ പറ്റിയ രാജ്യം ലോകത്തെങ്ങുമില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത് ശുദ്ധമായ ജലം കിട്ടുന്നത്, കേരളത്തിലെ കാലാവസ്ഥ അനുകൂലം, കണ്ടാമിനേഷൻ ഇല്ലാതെ ഉണ്ടാക്കുക, യാതൊരു കണ്ടാമിനേഷൻ ഇല്ലാതെ ഉണ്ടാക്കുക. ഇതേപോലെ ഒരു ചെറിയ ഒരു പോളി ഹൗസ് ഉണ്ടാക്കുക, അതിനകത്ത് ഇതിൽ 4-5 വള്ളമോ അല്ലെങ്കിൽ വലിയൊരു ഏരിയ ഉണ്ടാക്കുക, അതിനകത്ത് ഒരു 20 മീറ്ററിൽ വെള്ളം നിറയ്ക്കുക, അതിനകത്ത് ഈ കൾച്ചർ അങ്ങാട്ടിടുക, ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. 20 ദിവസം കഴിയുക, ഇത് ഫിൽട്ടർ ചെയ്യുക, ഇതേപോലെ പൊടി കോരി എടുക്കുക. ഒരു 5000 വരുമാനം ഉണ്ടാകാനാണ് 20 ദിവസം കൊണ്ട് നടക്കുക. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട്. അതായത് ഈ കേരളത്തെ സംബന്ധിച്ച് സോ മെനി ക്രോപ്സ്, സോ മച്ച് പ്രൊട്ടക്ഷൻ, മോർ പ്രൊഡക്ഷൻ ആൻഡ് ലെസ് ഏക്കറേജ്. Fight cancer, eat fruit and vegetables. Protection you would not find in any doctor's office. Protection you get in the nature. This is a natural product. നേച്ചറിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, സൗരോർജ്ജത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ആരെ കൊണ്ടും പറ്റും. പക്ഷേ ഈ കൾച്ചറാണ് ഒരു ബുദ്ധിമുട്ട്. ഈ കൾച്ചർ ഏതെങ്കിലും ഒരു സംഘടനയെ കൊണ്ട് അത് കേരളത്തിൽ ലോ കോസ്റ്റിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല മിടുക്കന്മാരെ ഓഫീസേഴ്സ് ഉണ്ട്, നല്ല മിടുക്കന്മാരെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സുകാർ ചില കൺട്രോൾ അവർ വെച്ചേക്കുകയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്ക് ഉണ്ടാക്കാം. ആര് വിചാരിച്ചാലും എൻ്റെ കൾച്ചർ ലോ കോസ്റ്റ് ഉണ്ടാക്കണം. ഞാനും അതിന് തയ്യാറാണ് കൾച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ ഏതെങ്കിലും ഒരു ബാങ്ക് ഒരു 20,000 ഒരു കർഷകന് ഫൈനാൻസ് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാം. 20,000 ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് 5,000 മന്ത്ലി ഇൻകം ഉണ്ടാക്കാൻ ഏറ്റവും കുറവില്ല. 1 സെൻറ്റ് ഭൂമിയുള്ളവനും ഇത് ചെയ്യാം. കാരണം ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ളവും സൗരോർജ്ജവുമാണ്. അതാണ് എൻ്റെ പ്രത്യേകത. എന്താണ് മരുഭൂമിയിൽ പച്ചക്കറികൾ ഇത്രയും വിജയകരമായി വിളയിച്ചെടുക്കാൻ കഴിയുന്നതെന്ന ചോദ്യത്തിന് വിജയൻപിള്ളയ്ക്ക് ഒന്നേ മറുപടിയുള്ളൂ: ചാണകവും മുരിങ്ങയിലയും ചേർത്തുണ്ടാക്കുന്ന പ്രത്യേകതരം വളം. ഈ വളം മാത്രമാണ് വിജയൻപിള്ള തൻ്റെ പച്ചക്കറികൾക്ക് നൽകുന്നത്. മറ്റ് കൃത്രിമ കീടനാശിനികളൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല, രാസവളങ്ങളുമില്ല. അത്തരം പ്രയോഗങ്ങൾക്കെല്ലാം വിജയൻപിള്ള എതിരുമാണ്. മണ്ണിനെ അറിയുക, ചെടികളുടെ മനസ്സറിയുക, ഇതാണ് വിജയൻപിള്ളയുടെ തത്വശാസ്ത്രം. ചെടികളെ സ്നേഹിച്ചാൽ ചെടികൾ വിളവ് തരും. ചെടികളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണമെന്ന് മാത്രം. ഈ തത്വശാസ്ത്രം വിജയൻപിള്ള പ്രായോഗികമാക്കുന്നു. അത് പൂർണ്ണ വിജയമാണെന്ന് വിജയൻപിള്ള വിളിച്ചു പറയുക മാത്രമല്ല, മരുഭൂമിയിലെ മണ്ണിൽ
വിളയിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നു. ഇതിൽ പൂർണ്ണമായും സംതൃപ്തനാണ് ഈ മനുഷ്യൻ. അതാണ് വിജയൻ പിള്ളയെ ഈ 73-ാം വയസ്സിലും പൂർണ്ണ ആരോഗ്യവാനായി നിലനിർത്തുന്നതും. മണ്ണറിഞ്ഞ മനുഷ്യന്റെ നേട്ടം, അതാണ് വിജയൻ പിള്ളയുടെ വിജയം. ഇന്നത്തെ ഗൾഫ് പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.